നമസ്കാരം. ഒരു കോൺഗ്രസ് എം പിക്ക് പറ്റിയ ഒരു അബദ്ധമേ. 18ാം ലോക്സഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ മുഹൂർത്തങ്ങളിൽ മാവേലിക്കരയിൽ നിന്ന് 7ാമത്തെയോ 8ാമത്തെ തവണയൊക്കെ ജയിച്ചു കയറിപ്പോയ മണ്ഡലത്തിലെ അവർക്ക് ആർക്കും തന്നെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ആ കൊടിക്കുന്നിൽ സുരേഷിനെ കണ്ടവർ പലരും പറയുന്നത് എന്ത് പറ്റിയെന്നാണ്. കെട്ടിപ്പിടിക്കലും ഉമ്മ കൊടുക്കലുമായി പുത്തൻ കൂറ്റ് ഹൈക്കമാൻഡ് വേണു സാർ ഒപ്പം നിന്നിട്ടും മുഖത്ത് വിരിഞ്ഞ നിസ്സഹായൻ്റെ ഭാവം മറയ്ക്കാൻ കഴിയുന്നില്ല. ഭരണഘടനയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനിറങ്ങിയ കോൺഗ്രസ്സുകാർ ഇപ്പോൾ വല്ലാത്ത ആവേശത്തിലാണ്. 542 അംഗ ലോക്സഭയിൽ 99 എം പിമാരെ കിട്ടിയതിൻ്റെ അതിരില്ലാത്ത ആഘോഷം ഒരു വശത്ത്, 10 കൊല്ലത്തിനിപ്പുറം പ്രതിപക്ഷ നേതാവായിട്ടെങ്കിലും 4 ആൾ കേട്ടാൽ കൊള്ളാവുന്ന ഒരു പദവിയിൽ രാഹുൽ എത്തിയതിൻ്റെ ആക്രാന്തം മറുഭാഗത്ത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ തന്നെ എല്ലാവരും എത്തിയത് ഭരണഘടനയുടെ ചെറു പതിപ്പുമായിട്ടാണ്. പ്രതിജ്ഞാവാചകം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യവും ആകെ ആദർശഭരിതമായിരുന്ന അന്തരീക്ഷം. അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിലാണ് ഇന്ദിരയുടെ മരുമകളും കൊച്ചുമോനും ഒക്കെ കൂടി ഈ പ്രഹസന നാടകം കളിച്ചതെന്നാണ് ഏറ്റവും വലിയ തമാശ. അതിനൊക്കെ പുറമെയാണ് കൊടിക്കുന്നിലിനെ ചട്ടുകമാക്കി ഇളക്കിയത്. പാവത്തിന് പക്ഷേ ഇപ്പോഴും രാഹുൽജിയും നമ്മുടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഹൈക്കമാൻഡും ഒക്കെ കൂടി എന്താണ് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം MP ആവുക എന്നത് അത്ര സുഖം പരിപാടിയായിട്ട് കൊടിക്കുന്നിലിന് തോന്നിയിട്ടില്ല. മുൻപ് പലതവണ ഇനി കേരളത്തിൽ നിൽക്കുകയാണെന്നൊക്കെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ജാതിയുടെ പേരിലാണ് കളി അത്രയും. അത് സംഘടിപ്പിച്ചതാണെന്ന ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. KPCC പ്രസിഡന്റിനെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോഴും കൊടിക്കുന്നിൽ തൻ്റെ ജാതിയെക്കുറിച്ച് ബോധവാനാകും. ഒരു പട്ടികജാതിക്കാരൻ പ്രസിഡൻ്റാകാൻ യോഗ്യതയുണ്ടെന്ന് ആദ്യമേ അങ്ങ് പറയും. കൊടിക്കുന്നിലിനെ ഹൈക്കമാൻഡ് പേര് വെട്ടും, വർക്കിംഗ് ഏരിയയിൽ ഇരുന്നാൽ മതിയെന്ന് പറയും. അത് കഴിഞ്ഞ് പത്രസമ്മേളനത്തിൽ മൈക്കിന് മുന്നിൽ ജാതി അവഗണനയെക്കുറിച്ച് ആത്മകഥം ചൊല്ലി നെടുവീർപ്പിടും. പാർലമെൻറ്റിലെ സീനിയറാണെന്നും പ്രോട്ടൈം സ്പീക്കറായി വിളിക്കേണ്ടത് സുരേഷിനെയാണെന്നും പറഞ്ഞ് നമ്മുടെ KC വേണുഗോപാലും കൂട്ടരും അദ്ദേഹത്തെ ഇളക്കിയതാണ് ഒടുവിലത്തെ സംഭവം. മുതിർന്ന MP ആയതുകൊണ്ട് പ്രോട്ടൈം സ്പീക്കർ ആക്കണം, അതാണ് കീഴ്വഴക്കമെന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു സുഖമുണ്ട്. അവിടെയും കേട്ട പാതി കേൾക്കാത്ത പാതി കൊടിക്കുന്നിൽ ജാതി എടുത്ത് വീശി. പട്ടികജാതിക്കാരനായതുകൊണ്ട് മോദി സർക്കാർ പരിഗണിച്ചില്ലെന്ന് വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. ചെങ്കോലിൻ്റെ അകമ്പടിയിൽ പാർലമെൻറ്റിനെ ആകെ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസംഗിച്ച പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ വെളിമ്പറമ്പിൽ വന്നിരുന്ന് ജാതി അവഗണനയെക്കുറിച്ച് ഉച്ചത്തിൽ ആത്മകഥം ചെയ്യുകയും നെടുവീർപ്പിടുകയും ചെയ്ത പതിവ് പോലെ KC വേണുഗോപാൽ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഒക്കെ അങ്ങനെ ഈ കൊടിക്കുന്നിലിനെ ആശ്വസിപ്പിച്ചു.